ഹലോ, വിശാഖനാളിൽ ഞങ്ങളുടെ പൂക്കൾ എങ്ങനെയുണ്ട്? ഞാനും കിങ്ങിണിയും കൂടി ഇട്ടതാണ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇതേ പൈങ്കിളീനെ കൊണ്ട് അംഗനവാടി പോകാൻ നിന്നപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തതാണ്. ആള് ആദ്യമായിട്ടാണ് പട്ടുപാടും ബ്ലൗസൊക്കെ ഇട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഞ്ചു ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അഞ്ചു ആൻറ്റി എടുത്ത ഫോട്ടോ ആണത്. അങ്ങനെ അംഗനവാടി ചെന്നപ്പോൾ അവരിതേ പൂക്കളിടണ തിരക്കിലാണ്. അങ്ങനെ എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ദേ ഓണപ്പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് മൈക്ക് കൊടുത്തതാണ്. അങ്ങനെ ദേ പൈങ്കിളിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് മൈക്ക്. പൈങ്കിളി രണ്ടു മൂന്ന് പേര് പാട്ടൊക്കെ പാടിയതിന് ശേഷം ഒന്ന് നിർത്തിയതാണ്. നക്ഷത്രയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്താൽ കൊടുക്കണില്ല. അങ്ങനെ ഞങ്ങൾ ദേ നക്ഷത്രയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നക്ഷത്രയ്ക്ക് വാങ്ങി കൊടുത്തു. അങ്ങനെ നക്ഷത്രം ദേ രണ്ടു മൂന്ന് പേര് പാട്ടൊക്കെ പാടാണ്. അതിന് ശേഷം ആളൊന്ന് പകച്ചു, ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങളിതേ മേശയിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചോറ്, അവിയൽ, ഉപ്പേരി, കായ വറുത്തത്, ശർക്കര വരട്ടി, കാളൻ, പുളിശ്ശേരി, എരിശ്ശേരി, രസം, മോര്, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, നാരങ്ങ, പായസം, പപ്പടം എല്ലാം ഉണ്ട്. പായസം പാലട പായസമാണേ. എല്ലാം ഇരിക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ദേ സദ്യ വിളമ്പി. ആദ്യം മെയിൻ ആൾക്കാർക്കാണ് സദ്യ കൊടുത്തത്, അതിൻ്റെ ഒപ്പം കുട്ടികൾക്കും. അങ്ങനെ ദേ എല്ലാവരും ആസ്വദിച്ചിരുന്ന് സദ്യ കഴിക്കുന്നുണ്ട്. ഇതേക്ക് പൈങ്കിളിയൊക്കെ സദ്യ കഴിക്കുന്നുണ്ടോ? പൈങ്കിളി, ഇവാന, ഋതിക് എല്ലാവരും സദ്യ കഴിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുത്തതാണ് ഞങ്ങൾ. അങ്ങനെ ടീച്ചറും കുട്ടികളും നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പൈങ്കിളി ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ അടുത്തിരുന്നൊരു ഫോട്ടോ എടുത്തതാണ്. എന്നാൽ ഓക്കെ, ബൈ.